പോൾ സാറാണ്. പ്ലസ് ടു സേ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് 2026 എഴുതുന്നവർക്കുള്ള പുതിയ ബാച്ചുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം നോക്കുക, പക്ഷെ പലർക്കും അത് സാധിക്കാറില്ല. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലതും പഠിച്ചിട്ട് മറന്നു പോകുന്നു, തലയിൽ നിൽക്കുന്നില്ല, മനസ്സിലാവുന്നേ ഇല്ല, പഠിക്കുന്നതിന് അത്ര താല്പര്യമില്ല. പക്ഷെ ഇതൊന്നും ഒരു നമ്മുടെ കാരണമാകാൻ പാടില്ല. അടുത്ത വർഷത്തെ എക്സാമിന് നമ്മൾ ഉറപ്പായിട്ട് ജയിക്കും എന്നുള്ള, അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് മീൻസ് നിങ്ങൾ ഉറപ്പിച്ച് ജയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നമുക്കിത് ജയിച്ചെടുക്കാം. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ജയിപ്പിക്കേണ്ട രീതിയിൽ കൂടിയുള്ള ക്ലാസ്സുകൾ തരും, അതിന്റെ നോട്ട്സുകൾ തരും, പിന്നെ വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും. മീൻസ് അതാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. പലർക്കും നമ്മൾ കുറെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് മാത്രം പഠിക്കണമെന്നില്ല. പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് അതിനുള്ളിൽ നിന്നും പറഞ്ഞു കൊടുത്തെങ്കിലേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് മുഴുവനായിട്ട് എല്ലാവർക്കും ഒന്നും ഇനിയും പഠിക്കാൻ പറ്റില്ല. ഇനി പഠിക്കാൻ സമയമുണ്ടെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം അത്രയൊന്നും ഓർക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഫെയിൽ ആയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ആവരുത്. നമ്മളിപ്പോൾ ഏകദേശം ഒക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു, പഴയതിലൊക്കെ നിങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട്, മാനസികമായിട്ട് ജയിക്കണമെന്നുള്ളൊരു താല്പര്യം മനസ്സിലുണ്ട്. ഈ സമയത്ത് ഇവനെ പഠിച്ച് എടുത്ത് തീർക്കുക. അടുത്ത വർഷം നല്ലൊരു കോഴ്സിന് പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ മറന്നോളും. ആരെങ്കിലും ഇപ്പോൾ തോറ്റുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം അവർ മറന്നു പൊക്കോളും. പിന്നെ അവരെയൊന്നും നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം കറക്റ്റായിട്ട് പോവുക. അല്ലാതെ മറ്റുള്ളവർ നമ്മൾ കണ്ട് കളിയാക്കും ജയിച്ച് അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മുടെ കാര്യം ജയിക്കുക എന്നുള്ളതാണ്. അത് ഇച്ചിരി ലേറ്റായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനതൊന്നും കാര്യമേ ആക്കണ്ട. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക, മുന്നോട്ട് നോക്കി തന്നെ പോവുക. ഇനി നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കുന്നത് ഒരു എക്സാമിന് വരുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെയും പറഞ്ഞു തരും. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കെമിസ്ട്രി, അതുപോലെ മാത്സ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എഴുതാനുള്ളത്. പിന്നെ ഈ വർഷത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രണ്ടും എഴുതാനുള്ള ഒരു അവസരം, അത് നമ്മൾ നല്ലതാണ് കേട്ടോ, ഏറ്റവും നല്ല കാര്യം. കാരണം എന്തുകൊണ്ടാ, പഴയത് നഷ്ടപ്പെടുത്തുമില്ല, പുതിയതൊന്ന് അറ്റൻഡ് ചെയ്യാനും പറ്റും. കൂടുതൽ മാർക്ക് കിട്ടിയാൽ കൂടുതൽ എടുക്കും. ഇനി കൂടുതൽ നമുക്ക് കിട്ടിയില്ലെങ്കിലോ പഴയത് അവരെടുക്കും. ബെറ്റർ, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്റെ നോട്ടത്തിൽ. കാരണം പഴയ കഴിഞ്ഞ വർഷങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. ഈ വർഷം നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ പേപ്പർ, ഇപ്പൊ പ്ലസ് ടുവിന്റെ കെമിസ്ട്രി എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു കെമിസ്ട്രി പോയി, പിന്നെ ഈ പുതിയത് എടുക്കത്തുള്ളൂ. പഴയത് ഒരു രീതിയിലും കൺസിഡർ ചെയ്തില്ല. പക്ഷെ അതൊരിത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം അതൊരു ഭാഗ്യപരീക്ഷണമായി പോയി. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇതിൽ നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുതുന്നു, കഴിഞ്ഞ വർഷത്തെ നോക്കുന്നു, ബെറ്റർ എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ പ്ലസ് 1 ഒരാൾക്ക് 15 മാർക്ക്, കഴിഞ്ഞ വർഷത്തെ ആണേ. പ്ലസ് 2 നമുക്ക് 18 മാർക്ക്. അപ്പൊ പ്ലസ് 2 നമ്മൾ ജയിച്ചിട്ടുണ്ട്. പ്ലസ് 1 ഒത്തിരി കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട് പല സബ്ജക്റ്റിനും. ഇങ്ങനെ വരുമ്പോൾ പല കുട്ടികളും പ്ലസ് 1 മാത്രം എഴുതും. കാരണം എന്തുകൊണ്ടാണ്, അത് തോറ്റിരിക്കുക അവന്. നമുക്ക് പക്ഷെ പ്ലസ് 2 പഠിക്കാൻ ചിലപ്പോൾ കൂടുതൽ ലാസ്റ്റിൽ അതാണല്ലോ പഠിച്ച് നിർത്തിയിരുന്നത്. അപ്പൊ അതിന്റെ പേര് കുറച്ച് പരിചയമുള്ളത് പ്ലസ് 2 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും രണ്ടും എഴുതണമല്ലോ. പ്ലസ് 1 പഠിക്കണം, പ്ലസ് 2 മാക്സിമം പഠിക്കാൻ പറ്റുന്ന പോലെ ഇവനെ ഏകദേശം സെക്യൂർ ആയ ശേഷം ഇവനെയും പഠിക്കണം. അല്ലാതെ ഇവനെ ജസ്റ്റ് അറ്റൻഡ് തോറ്റോട്ട് എന്നുള്ള രീതിയിൽ കൂടെയുള്ള മനോഭാവം വരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവനെ പഠിക്കുക. ഇവനെ ഏകദേശം ഒരു 30 മാർക്ക് 35-നുള്ളിൽ ഉള്ളത് പഠിച്ച് നിർത്തിയിട്ട് പ്ലസ് 2 പിന്നെയും പഠിക്കുക. പഠിക്കുമ്പോൾ ഇവനേക്കാളും കൂടുതൽ കിട്ടി. 18 എന്നുള്ളത് 22 ആയാൽ പ്രയോജനമാണ്. ഈ 18 അവര് കളഞ്ഞോളും, 22 എടുത്തോളും. അത് നല്ലതല്ലേ? അതുപോലെ ഇവനെ ഇപ്പൊ നമുക്ക് കുറഞ്ഞു പോയി, 15 എന്നുള്ള 16 ആയുള്ളൂ. പക്ഷെ ഇവിടെ 22 ഉണ്ടെങ്കിൽ രണ്ടുകൂടെ ചേർന്ന് 22 -6 38 നമ്മൾ ജയിച്ചു കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ജയിച്ച സബ്ജക്റ്റിനെ അങ്ങ് പാടെ വിടരുത്. മറ്റവനെയും പഠിക്കുന്നതോടൊപ്പം തന്നെ ജയിച്ച സബ്ജക്റ്റിനെയും കൂടെ പഠിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. പറ്റാത്തവർ വിട്ടേക്കണം. അത് കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ പറ്റും. സമയം ഇനിയുണ്ട്, അല്ലാതെ സമയം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എല്ലാവരും ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഡീറ്റെയിൽസും കാര്യങ്ങളും പഠിക്കേണ്ടതിനെ കുറിച്ച് എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഏതിനും പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് അടുത്ത വർഷം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച്, മീൻസ് 2-3 സബ്ജക്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്. ഒരു സബ്ജക്റ്റ് ഉള്ളവർക്ക് റിസ്ക് തന്നെയാണ് എക്സാം. അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് ഉള്ളവരെങ്ങ് ഫുൾ റിലാക്സ് ഒന്നും ആവില്ല. കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. മാർക്ക് കൂട്ടി കിട്ടുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകരുത്. ഏറ്റവും മുന്നിൽ നിന്ന് തന്നെ മനസ്സും എല്ലാം. അല്ല, നമ്മുടെ ഇപ്പൊ ചില കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല കോഴ്സിനും
പലരും നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അവനെയൊക്കെ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട്, ഒത്തിരി സമയം ഫുള്ളല്ല, ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവനെ നന്നായിട്ട് റെഗുലറായിട്ട് എല്ലാ ദിവസവും ഇത്ര സമയം വീതം പഠിക്കണം. പഠിച്ചതിനെ പഠിക്കണം, അല്ലാതെ പഠിച്ചു ഇനിയിപ്പോൾ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് നാളെ ഇനി വേറെ പഠിക്കാം, അങ്ങനെയല്ല. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ പഠിച്ചാണെങ്കിൽ ഇന്നൊന്നും നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. സ്പീഡപ്പ് ആവുക, നല്ല രീതിയിൽ കൂടെ ഓർത്തിരിക്കുക, ഇതൊക്കെ ആവശ്യമാണ്. ഇതെല്ലാം മറന്നു പോകുന്നു. അതുകൊണ്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ തരും, എക്സാമിന് വരുന്ന രീതിയിൽ കൂടെയുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ തരും. നിങ്ങൾ അത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരും. ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പൊ എല്ലാവർക്കും മനസ്സുകൊണ്ട് പഠിക്കാനുള്ള ആഗ്രഹം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.